ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റിയാക്ഷൻ വീഡിയോയിൽ മെയിനായിട്ട് രേണു സുധിയെ റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്യാറുണ്ട്, വിമർശിക്കാറുണ്ട്. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നമ്മൾ നല്ലതെന്നും അവരെ വിമർശിക്കേണ്ട അവസരം വന്നാൽ വിമർശിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഈ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ രേണു സുധീന്റെ ഒരു ഫോട്ടോഷൂട്ട്, വിഷു സ്പെഷ്യൽ ഒരു ഫോട്ടോഷൂട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, അര ബ്ലൗസും ഒരു പാവാടയൊക്കെ ഇട്ട് പുക്കിലൊക്കെ കാണിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അതിനെ വിമർശിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം രേണു ആ ഒരു ഡ്രസ്സ് ഇട്ട് നിന്നപ്പോഴത്തേക്കും ഇങ്ങനെ പൊക്കിൾ പൊത്തി പിടിക്കുന്ന രീതിയിൽ ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരായിട്ട് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊത്തിപ്പിടിക്കാനാണെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ഡ്രസ്സ് ഇടണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാന്യമായിട്ടുള്ള രീതിയിൽ റിയാക്ട് ചെയ്ത് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കറിയാം, നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നെഗറ്റീവ് കമന്റ് വരും, പോസിറ്റീവ് കമന്റ്. ഇപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റും അല്ലെങ്കിൽ നമുക്ക് എതിരായിട്ടുള്ള കമന്റുകൾ വരാറുണ്ട്. അപ്പം നമ്മളിത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ നമ്മൾ ചൊറിയുന്ന രീതിയിലുള്ള ഒരുമാതിരി വൃത്തികെട്ട രീതിയിൽ കമന്റ് ഇടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് തിരിച്ച് അതേ രീതിയിൽ തന്നെ മറുപടി കൊടുക്കാറുണ്ട്. അപ്പം ഇന്നൊരു സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഏതോ ഒരു അലവലാതി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അയാൾ 2 കമന്റുകളാണ് ഇട്ടത്. ആദ്യം അയാളിട്ട കമന്റ് എന്ന് പറയുന്നത്, രേണു സുധിക്ക് ആ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട്, നിനക്ക് ആ ഡ്രസ്സ് ഇട്ടാൽ ഒട്ടും ചേരത്തില്ല, നീ പോയിട്ട് വല്ല ഷഡ്ഡിയോ ബ്രേസറോ എടുത്തിട്ട് നിക്ക് എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഒരു കമന്റ് ഇട്ടു. അപ്പൊ അതിന് ഞാൻ മറുപടി കൊടുത്തത്, നിന്റെ വീട്ടില് അമ്മയും അല്ലെങ്കിൽ ഭാര്യയും മക്കളൊന്നുമില്ല, അവരാരും ഈ പറയുന്ന ഷഡ്ഡിയോ ബ്രേസറോ ഇടാറില്ലേ, നിനക്ക് ഇത്ര പുച്ഛ എന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരു കമന്റ് ഇട്ടു. രണ്ടാമത് അവന് ഇട്ട കമന്റ് എന്ന് പറയുന്നത്, നീ അവക്ക് ചെലവിന് കൊടുക്കുന്നുണ്ടോ പട്ടിച്ചി മോറി എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഇട്ടു. അതിനും ഞാൻ തിരിച്ച് കമന്റ് ഇട്ട് കൊടുത്തു, നിന്റെ വീട്ടിലുള്ളവരാണ് പട്ടിച്ചി മോറി എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ട് കൊടുത്തു. കാരണം നമ്മൾ ഇങ്ങോട്ട് നെഗറ്റീവ് കമന്റുകൾ നമ്മൾ കുറേയൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഇതുപോലുള്ള വൃത്തികേടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതേ രീതിയിൽ തന്നെ തിരിച്ച് മറുപടി കൊടുക്കും. അപ്പൊ ഇയാൾക്ക് ഞാൻ ഈ 2 കമന്റിനും നല്ല രീതിയിൽ മറുപടി കൊടുത്തു. പക്ഷേ ഞാൻ ആ കമന്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചില്ല. ആ പേടിത്തൊണ്ടനായിട്ടുള്ള സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന നട്ടലില്ലാത്ത ആ ഊള എന്ത് ചെയ്തെന്നറിയാവോ? ആദ്യം ഇട്ട ഒരു കമന്റ്, അതായത് ആ ഷഡ്ഡിയുടെയും ബ്രേസറിന്റെയും കാര്യം പറഞ്ഞ ആ ഒരു കമന്റ് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്തു. കാരണം ഞാൻ അതിനൊരു മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. നിന്റെ വീട്ടിലുള്ളവര് ഈ പറയുന്ന സാധനമൊന്നും ഇടാറില്ല എന്ന് ചോദിച്ചിട്ട് ഒരു കമന്റ് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അവനൊരു പേടിത്തൊണ്ടനാണ്, അല്ലെ ഒരു പേടിച്ചു തൂറിയാണ്, ഒരു നട്ടലിന് ഉറപ്പില്ലാത്തവനാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് അവൻ ആ ഒരു കമന്റ് ഡിലീറ്റ് ചെയ്തിട്ട് പോയത്. പക്ഷെ രണ്ടാമത് ഇട്ട ഒരു കമന്റ് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ എന്താ, ഇതുപോലെയൊക്കെ നമ്മളുടെ അടുത്ത് കമന്റ് ഇടുന്നവർക്ക് നമ്മൾ ഇതേ രീതിയിൽ മറുപടി കൊടുക്കും, അതിൽ യാതൊരു സംശയമില്ല. ഞാനിപ്പോ രേണുവിനെ പല കാര്യങ്ങളും വിമർശിച്ചിട്ടുണ്ട്. അത് മാന്യമായിട്ടുള്ള രീതിയിൽ, വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അവരെ അധിക്ഷേപിച്ചിട്ടില്ല, അവരെ ബോഡി ഷേമിങ് ചെയ്തിട്ടില്ല. അവരുടെ ചില വസ്ത്രധാരണത്തെ കുറിച്ച് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ മാത്രമേ വിമർശിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് കണ്ടിട്ട് എന്താ പറയാ, ചില ആൾക്കാർക്ക് ചൊറിച്ചില്, രേണു സുധീന് അങ്ങനെയുള്ള ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട്. അത് പറഞ്ഞപ്പോൾ തന്നെ അയാളൊരു പൊട്ടക്കണ്ണനാണ് അല്ലെങ്കിൽ അയാളൊരു മരങ്കോടനാണെന്ന് മനസ്സിലായി. കാരണം ഇതുപോലുള്ള ചില ഞരമ്പന്മാർക്ക് ഇതുപോലെ സ്ത്രീകള് അവിടവും കാണിച്ച് ഇവിടവും കാണിച്ച് നിൽക്കുന്ന ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ രേണു ഈ വിഷുവിന്റെ ആ ഒരു ഫോട്ടോഷൂട്ടില് അത്യാവശ്യം കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണല്ലോ ഇട്ടിരിക്കുന്നത്, വയറൊക്കെ കാണിച്ചിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ പുള്ളിക്കാരൻ അത് കണ്ടിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിനെതിരായിട്ട് വിമർശിച്ച് വീഡിയോ ഇടുമ്പോൾ അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല. അതിന് അയാൾ എന്നെ വന്നിട്ട് പറയുന്നു, രേണുവിന് ആ ഡ്രസ്സ് നന്നായിട്ട് ചേരും, നിനക്ക് ചേരില്ല, നീ പോയി ഷഡ്ഡിയും ബ്രേസറും ഇട്ട് നിൽക്കുന്നു. അപ്പൊ ഇതുപോലുള്ള ഊളകൾക്ക് നമ്മൾ മറുപടി കൊടുക്കണ്ടേ? പക്ഷെ ഈ ഊളക്ക് ധൈര്യമില്ലാത്ത ഊളയായിരുന്നു, ഒരു നട്ടലിന് ഉറപ്പില്ലാത്ത ഒരു മാങ്ങാത്തലയനായിരുന്നു. അവൻ ആ കമന്റ് ഡിലീറ്റ് ആക്കി. പക്ഷെ എനിക്ക് അബദ്ധവും പറ്റി, ഞാനത് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടതായിരുന്നു. ഇങ്ങനെയുള്ളവന്മാർക്ക് നമ്മൾ ഇതേ രീതിയിൽ മറുപടി കൊടുക്കും. കാരണം ഇപ്പൊ രേണുവിനെ സംബന്ധിച്ചിടത്തോളം രേണു ഇപ്പൊ ഒരുപാട് കമന്റുകളായിക്കോട്ടെ, ഒരുപാട് വീഡിയോകളും അതുപോലെ ഫോട്ടോഷൂട്ട്, ആഡ് ഷൂട്ട്, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ രേണു ചെയ്യുന്നുണ്ട്. അതിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടുന്നവരുണ്ട്, നെഗറ്റീവായിട്ട് കമന്റ് ഇടുന്നവരുണ്ട്. അതിലുപരി അവരെ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ട്, തെറി പറഞ്ഞുകൊണ്ട്, അശ്ലീലം പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്. അപ്പൊ ആദ്യമൊക്കെ രേണു ഇതിനെതിരെ പ്രതികരിക്കുമായിരുന്നു. പിന്നെ രേണുവിന് അതൊരു പ്രശ്നമേ അല്ല. കാരണം രേണു ഈ നെഗറ്റീവ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവർക്ക് മനസ്സിലായി കുറച്ച് നെഗറ്റീവ് ഉണ്ടെങ്കിലേ അവർക്ക് വൈറലാകാൻ പറ്റുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ അവര് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങിയിരിക്കുക. ഒരു നാണോ ഇല്ല മാനോ ഇല്ലാതെ ഇങ്ങ് ഇറങ്ങിയിരിക്കുവാണ്. അപ്പോൾ അവരുടെ ഫോട്ടോഷൂട്ട്, അതായത് അവരുടെ വിഷു ഫോട്ടോഷൂട്ടിന്റെ ആ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ സ്വപ്ന സുരേഷ് വരെ ആ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ മാത്രമേ വീഡിയോ റിയാക്ട് ചെയ്ത് രേണുവിൻ്റെ ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്തത്. പക്ഷേ ഈ സുബ്രഹ്മണ്യൻ ചേട്ടൻ ഇത്രയ്ക്ക് അങ്ങോട്ട് ചൊറിച്ചിൽ വരാനായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു രേണുവിൻ്റെ ആ ഒരു ഹോട്ട് ലുക്കിലുള്ള നിപ്പ് കണ്ട് ചേട്ടൻ അങ്ങ് അലിഞ്ഞല്ല, ചേട്ടൻ അതിലങ്ങ് വീണു പോയായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അത് രേണുവിനെതിരെ ഞാൻ പറഞ്ഞതാന്ന് തോന്നുന്നു ചേട്ടൻ അത്രയ്ക്ക് അങ്ങ് കൊണ്ടത്. എന്തായാലും ഇനി ചേട്ടൻ ഇതുപോലുള്ള കമന്റ് ഇട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ നല്ല അസൽ മറുപടി ഞാൻ തരും. എന്തായാലും ചേട്ടൻ ഈ ഒരു മറുപടി കൊണ്ട് തൃപ്തിപ്പെടണം. എന്തായാലും ചേട്ടൻ ഒരു പേടിച്ചു തൂറി ആയതുകൊണ്ടാണല്ലോ ആദ്യം ഇട്ട കമന്റ് ഡിലീറ്റ് ചെയ്ത് പോയത്. അപ്പൊ എന്തായാലും എനിക്കും അബദ്ധം പറ്റി. ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചില്ല. ഞാൻ ഓർത്തില്ല ഇയാളൊരു പേടിച്ചു തൊണ്ടനാന്ന് വിചാരിച്ചില്ലായിരുന്നു. അപ്പൊ എന്തായാലും രേണുസുധിയെ പറഞ്ഞാൽ ഇത്രയ്ക്ക് അങ്ങ് പൊള്ളുന്ന ആൾക്കാരുണ്ടോ? കാരണം വേറൊന്നുമല്ല, ഇപ്പൊ രേണുസുധിയുടെ ഫോട്ടോസ് ആണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് അവിടെ ഇവിടെ കാണിച്ചുള്ള ഫോട്ടോസൊക്കെ ആണല്ലോ. അപ്പൊ അത് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന കുറേ ഞരമ്പന്മാരുണ്ട്. അവന്മാരൊക്കെ ഇത് കണ്ടിങ്ങനെ വെള്ളം ഇറക്കി ഇരിക്കുവാണ്. അപ്പൊ അവന്മാർക്ക് നമ്മള് രേണുവിനെ വിമർശിക്കുമ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര കലിയാണ്. അതിനാണ് ഇപ്പോൾ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഊള വന്നിട്ട് ഇതുപോലൊരു കമന്റ് ഇട്ട്. എന്തായാലും സുബ്രഹ്മണ്യ, നീ പോയി നിന്റെ പണി നോക്ക്. നിന്റെ വീട്ടിൽ തള്ളയോ അല്ലെ ഭാര്യയോ മക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്ക്. എനിക്ക് അത്രേ പറയാനുള്ളൂ.